ഹലോ ഹായ് ഓൾ. ഇന്ന് നമ്മളുടെ കൂടെ എത്തിയിട്ടുള്ളത് ഹാത്തിമാണ്. ഇദ്ദേഹമാണ് നമ്മുടെ ഗ്രാവിറ്റി ഫ്യൂൽ ഇന്ധനമായി ഉപയോഗിച്ച് വാഹനം ഇപ്പോൾ പറപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇദ്ദേഹത്തിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. വെൽക്കം ടു ദിസ് ഷോ. താങ്ക് യു സോ മച്ച് ഫോർ മീറ്റിംഗ് മീ ഹിയർ. അപ്പോൾ ഗ്രാവിറ്റിയിൽ ഓടുന്ന വണ്ടി എന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് ശരിക്കും എവിടെ നിന്നാണ് കിട്ടിയത്? ശരിക്കും പറഞ്ഞാൽ ഇതന്നെയാണ് എന്നോട് എല്ലാവരും ചോദിക്കുന്നത്. ആൻഡ് ഞാൻ പറയുക, വലിയൊരു പങ്ക് എൻ്റെ മുത്തശ്ശൻ ഇതിന് വഹിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ അദ്ദേഹം എന്നെ ഒരിക്കലും വെറുതെ ഇരിക്കാൻ വരില്ല. എപ്പോഴും എന്തെങ്കിലും പുസ്തകം വായിക്ക്, പുസ്തകം ഉണ്ടാക്ക്, പുതുതായി ചിന്തിക്ക്. അങ്ങനെ എന്നെ വെറുതെ ഇരിക്കാൻ ഒരിക്കലും വിടില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ പറയും. സോ ഞാൻ പറയും, അദ്ദേഹമാണ് വലിയൊരു പങ്ക് ഇതിൽ വഹിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കളി കാര്യമായത് എപ്പോഴാണ്? ഓക്കെ, അപ്പോൾ ഞാൻ 10th കംപ്ലീറ്റ് ചെയ്ത് പ്ലസ് ടുവിൻ്റെ അവസാനത്തിലാണ് എനിക്ക് സാറ് പറഞ്ഞത് ഓർമ്മയായത്. അതായത് ഭൂമിൻ്റെ മീത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഭൂമി ആകർഷിച്ച് താഴെ കൊണ്ടുവരും, ഒരു ഫോഴ്സ് ഉണ്ടാവും. അപ്പോഴാണ് എനിക്ക് സ്പാർക്കായത്, എന്തുകൊണ്ടാണ് ഫോഴ്സിനെ ഒരു ഫ്യൂവലായി ഉപയോഗിച്ച് കൂടായിരുന്നു. അപ്പോൾ ഇത് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിയാക്കുമായിരുന്നു. എങ്കിലും എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഷഫീഖ് എന്ന് പറയും. അദ്ദേഹമാണെങ്കിൽ അദ്ദേഹത്തിന് സപ്പോർട്ട് കണ്ടാൽ തകർന്നു പോകുന്ന സ്റ്റാർട്ടപ്പ് പോലും ഉയർന്ന് പച്ച പിടിച്ചു പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫ്രണ്ട് ഉണ്ടായത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. പിന്നെ ഷഫീഖാണ് പറഞ്ഞത്, കാസർഗോഡിലെ ഫാൽക്കൺ യൂണിവേഴ്സിറ്റിക്ക് ചേർന്നോ, അവിടെ മാർക്കുണ്ടെങ്കിൽ നിനക്ക് കയറി പറ്റാം. പിന്നെ അവിടെ നിങ്ങൾക്ക് എക്സ്പെരിമെൻ്റൊക്കെ ചെയ്തിട്ട് ഈ സംഭവം സക്സസ് ആവുകയാണെങ്കിൽ നിനക്ക് ഇതിനെ ഒരു ബിസിനസ്സാക്കി മാറ്റാം എന്നെല്ലാം. എന്നിട്ട് അവസാനം ഞാൻ ഒരു ഇക്വേഷനൊക്കെ കണ്ടുപിടിച്ച് അത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തു. പക്ഷെ അതിൻ്റെ ബിസിനസ് ഭാഗത്തിലേക്കും പ്രാക്ടിക്കൽ ഭാഗത്തിലേക്കും വരുമ്പോഴായിരുന്നു എനിക്ക് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നത്. മെയിനായി വാലി എന്ന് പറയുന്നൊരു ചെക്കനുണ്ടായിരുന്നു, അവരായിരുന്നു മെയിൻ ഡിസ്റ്റർബൻസ്. പിന്നെ ഞങ്ങൾ കുറച്ചും ടീമും പവർഫുള്ളും ഒക്കെ ആയി വന്നപ്പോൾ ഞങ്ങൾക്ക് അത് ഈസിയായി കൺട്രോൾ ചെയ്യാൻ പറ്റി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ബിസിനസ്സായ കഥയും കൂടി പറഞ്ഞോളൂ. ഓക്കെ, ഇവിടെയാണ് വാലിയുടെ റോള് വരുന്നത്. വാലിക്കാണെങ്കിൽ വാലിയുടെ കയ്യിലാണ് മുഴുവൻ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെയും ഓയിൽ വെഹിക്കിളിൻ്റെയും മൊത്തം വിപണിയുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു പ്രശ്നം ഞാൻ നേരിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പക്ഷെ ഫണ്ടിങ് കിട്ടി. ഫണ്ടിങ് നമുക്ക് ഫാൽക്കൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ കിട്ടി. ഞങ്ങളൊരു ഫാക്ടറിയൊക്കെ ചെയ്ത്, പക്ഷേ ഞങ്ങൾ കരുതി ഞങ്ങൾ ഫാക്ടറി പോയിരുന്ന കാരണം അദ്ദേഹം വാങ്ങി ഞങ്ങളെ ഫാക്ടറി കത്തിച്ച് കളഞ്ഞു. പിന്നെ പക്ഷേ ഞങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട്. ഞങ്ങൾ ഒറിജിനൽ ഫാക്ടറി വീടിനടുത്ത് വേറൊരു സ്ഥലത്തായിരുന്നു ചെയ്തത്. അപ്പോഴത്തേക്കുമാകുമ്പോൾ നമുക്കും അത്യാവശ്യം നെറ്റ്വർക്കും മുഖ്യമന്ത്രിയുമായി ടൈപ്പൊക്കെ ചെയ്തത് കൊണ്ട് അവർ ഞങ്ങളെ പേടിക്കാൻ തുടങ്ങി. അതല്ല, ആദ്യം തന്നെ തീയൊക്കെ ആയി പോയിരുന്നെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ പൊളിറ്റിക്സ് പോലും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നത് ഫാൽക്കണും ഷഫീഖുമായിരുന്നു.
അങ്ങനെ നിങ്ങൾ മനോഹരമായി ബിസിനസ് കഥയൊക്കെ പറഞ്ഞു. ഇനി നിങ്ങൾ എങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്തത് എന്നും കൂടി വിവരിക്കൂ. അത് ശരിക്കും ആദ്യം ഇൻസ്റ്റഗ്രാമായിരുന്നു. പക്ഷേ ആദ്യമൊക്കെ ആൾക്കാർ വിചാരിച്ചത് AI വീഡിയോ എന്നായിരുന്നു. പിന്നീട് ന്യൂസ് ചാനലുകളിലൊക്കെ ഇത് വരുമ്പോൾ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി. പിന്നീട് സ്റ്റോക്കൊക്കെ കാലിയായി. പക്ഷേ നമ്മൾ IPOയിലൊക്കെ സ്കോറാക്കി. പിന്നെ വൻ കച്ചവടമായിരുന്നു. പിന്നെ എന്നെ കാണാൻ ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോലും വിദേശത്തു നിന്ന് ആൾക്കാർ വന്നിരുന്നു. പിന്നീട് ഞാൻ വലിയ സംഭവമായി. അപ്പോൾ ഇന്നത്തെ ഈ കഥകളെല്ലാം യൂത്തിന് നല്ലൊരു ഇന്നോവേഷൻ ഐഡിയ വരാനും നല്ലൊരു തിങ്കിങ് പ്രോസസ്സ് കൊടുക്കാനും കൂടി സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ നിങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്നും കൂടി പറയൂ. ഓക്കെ, അടുത്ത പ്ലാൻ എന്ന് പറയുമ്പോൾ എനിക്ക് കുറേ ഫാൽക്കൺ യൂണിവേഴ്സിറ്റി കൊണ്ടുവരണമെന്നുണ്ട്. പിന്നെ എൻ്റെ മുത്തശ്ശൻ്റെ ഓർമ്മക്കായി ഒരു വലിയ ഓപ്പൺ ലൈബ്രറി കൂടി ഇവിടെ കൊണ്ടുവരണമെന്നാണ് എൻ്റെ പിന്നീട് പ്ലാൻ. ഓക്കെ, അങ്ങനെ പോഡ്കാസ്റ്റ് അവസാനിക്കാനായി. ഇനി ഈ ഗ്രാവിറ്റിയിൽ ഓടുന്ന വണ്ടിയുടെ ചില പ്രത്യേകതകൾ കൂടി നിങ്ങളുടെ പക്കൽ നിന്ന് തന്നെ കേൾക്കാൻ ഞങ്ങളുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു. സോ അതും കൂടി കഴിഞ്ഞ് നമ്മൾക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റി നമ്മളെ പുള്ള് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെതിരെ ഞങ്ങളൊരു കെമിക്കൽ കണ്ടുപിടിച്ച് അത് കൺട്രോൾഡായിട്ടുള്ളൊരു വർക്കും തളികകളാണ് ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ളത്. ഇനിയും ഇന്നോവേറ്റ് ചെയ്ത് ഇതിനെ നന്നായി കൊണ്ടുവരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ ഒരുപാട് ഫ്യൂൽ കോസ്റ്റ് കുറച്ചുകൊണ്ട് ഈ ഭൂമിയിൽ തന്നെ നല്ലൊരു എൻവയോൺമെൻറ്റ് കൊണ്ടുവരാനും ഞങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഇന്നോവേഷൻ കൊണ്ട് സാധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വമ്പൻ ഇന്നോവേഷനുമായി ഇനിയും കാണാം.